ഒരു 5 ദിവസമായിട്ട് നമ്മുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. പുള്ളി എറണാകുളത്താണ് പുള്ളിയുടെ വീട്. അപ്പം കഴിഞ്ഞ 2 ദിവസം 2 ദിവസത്തിന് മുമ്പാണ് നമുക്ക് വേണ്ടി വന്ന് വർക്ക് ചെയ്തത്. അതിനുശേഷം തുടർന്നുള്ള വർക്കിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 2 ദിവസം നമുക്ക് വർക്കില്ലായിരുന്നു. അങ്ങനെ ആണ് ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്നു പുള്ളി 2 ദിവസവും നമ്മുടെ ആൾക്കാർ വിളിക്കുന്നുണ്ടായിരുന്നു പുള്ളിയെ. അപ്പം പുള്ളി ഫോൺ എടുക്കുന്നില്ല. പുള്ളി അങ്ങനെ ഫോൺ എടുക്കാത്തൊരു പ്രകൃതം ഉണ്ട് പുള്ളിക്ക്. പിന്നെ നമ്മൾ വർക്കിൻ്റെ അവിടെ നിന്ന് വന്നിട്ട് നേരിട്ട് വന്ന് വിളിച്ചുകൊണ്ട് പോവുക ചെയ്യുന്നത്. കഴിഞ്ഞ 2 ദിവസവും വർക്കില്ലാത്തതുകൊണ്ട് ഫോൺ എടുക്കാത്തതുകൊണ്ട് നമ്മൾ ഫോണിൽ മാത്രമേ ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇന്ന് പക്ഷേ നമ്മൾ 2 ദിവസം ഫോൺ എടുക്കാത്തതുകൊണ്ട് ഇന്ന് പുള്ളിക്ക് വർക്കില്ല എങ്കിൽ പോലും നമ്മുടെ കൺട്രോളർ വന്നിട്ട് നേരിട്ട് സംസാരിക്കാനായിട്ട് വന്നപ്പോഴാണ് ഈ പറഞ്ഞതിൻ്റെ കൂട്ട് പിന്നെ ഒരു റൂമിൽ നിന്നൊരു സ്മെല്ല് വരുന്നുണ്ട് എന്നുള്ളൊരു ഫീല് വന്നു. അങ്ങനെ പിന്നെ ഹോട്ടലിലെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിനെ അറിയിക്കുകയാണ് ചെയ്തത്. പോലീസ് വന്നിട്ടാണ് തുറന്നത്. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചന, പുള്ളിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ പുള്ളിക്ക് എന്തോ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു കൃത്യമായിട്ട് അറിയാം. എനിക്കത് ഉണ്ടായിരുന്നറിയാം. എന്താ പ്രശ്നം എന്നുള്ള അറിയില്ല. എനിക്ക് കരൾ സംബന്ധമായിട്ട് എന്തോ അസുഖമായിരുന്നു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണെന്നും അറിയാം. പുള്ളി പക്ഷേ അത് പലപ്പോഴും കെയർ ചെയ്യാത്ത പോലെയാണ് നമ്മൾക്ക് കണ്ടിട്ടുള്ളത്. നമ്മൾ കാണുമ്പോഴൊക്കെ നമ്മൾ പുള്ളിയോട് വളരെ കാര്യമായിട്ട് പറയുമായിരുന്നു. മരുന്നിൻ്റെയൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറയുമായിരുന്നു. അത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചായിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഈ സ്മെല്ലുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ദിവസങ്ങൾ പഴക്കമുണ്ടാകേണ്ടതല്ലേ? അത് പിന്നെ 2 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് ഇപ്പോൾ നമ്മൾ പോലീസുമായിട്ട് സംസാരിച്ച് മനസ്സിലായത്. എനിക്ക് തോന്നുന്നത് നമ്മൾ 2 ദിവസം മുമ്പ് നമ്മുടെ ലൊക്കേഷനിൽ വന്ന് വർക്ക് ചെയ്തതിന് പോയതിന് ശേഷം ആയിരിക്കാം സംഭവിച്ചത്. ശരിക്കും ഇവിടെ റൂം എടുത്തു കൊടുത്തത് നമ്മളാണോ, നമ്മുടെ സീരിയലുമായി ബന്ധപ്പെട്ട? അതെ, നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയാണ് റൂം എടുത്ത് കൊടുക്കുന്നത്. എന്നാണ് ഇവിടെ റൂം എടുത്തത്? ഒരു 4-5 ദിവസമായിട്ടുണ്ട്. 4-5 ദിവസമായിട്ടുണ്ടെന്നാണ് എൻ്റെ. അതായത് ഒരു ക്രിസ്മസ് ദിവസത്തിനോടനുബന്ധിച്ച് മുന്നേ ആ ദിവസങ്ങളിലൊക്കെ വർക്കുണ്ടായിരുന്നു നമുക്കിവിടെ. അപ്പോൾ അവസാനമായി എന്നാണ് ദിലീപിനെ കണ്ടത്? 2 ദിവസം മുമ്പാണ്. 2 ദിവസം മുമ്പ് ലൊക്കേഷനിൽ വരുമ്പോഴാണ് ഞാൻ കണ്ടത്. അത് 27-ാം തീയതി. അന്നും പുള്ളിക്ക് ശാരീരികമായിട്ട് സുഖമില്ലാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പുള്ളിയുടെ പോർഷൻസ് എടുത്ത് പുള്ളിയെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. പോയി റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഇതിപ്പോൾ മറ്റ് ആത്മഹത്യ അങ്ങനെയുള്ള സൂചനകളൊന്നും പോലീസ് നൽകുന്നില്ലല്ലോ? ഇല്ല, അങ്ങനെയുള്ള ഇതില്ല. ഈ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണെന്നാണ് പോലീസും സംസാരിച്ചത്. അദ്ദേഹം ഈ നമ്മളെങ്ങനെയാണ് ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് അറിഞ്ഞത് എങ്ങനെയാണ്? അത് പുള്ളി ട്രീറ്റ്മെൻറ്റിലാണ്. പിന്നെ നമ്മുടെ ലൊക്കേഷനിൽ വർക്കിന് വരുന്ന സമയത്ത് ഗുളിക പിന്നെ മെഡിസിൻസ് കഴിക്കുന്ന കാര്യം നമുക്കറിയാം. ചില സമയത്ത് മെഡിസിൻസ് കഴിക്കാതെ വരുമ്പോഴും നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ പുള്ളി അനുഭവിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ കൃത്യമായിട്ട് അത് പിന്നെ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമായിരുന്നു. പക്ഷേ പുള്ളി പലപ്പോഴും അത് കെയർ ചെയ്യുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു കെയർലെസ്നെസ് പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. സിനിമാ സീരിയൽ നടനായ ദിലീപ് ശങ്കറിന്റെ മരണത്തിൽ ചില അവ്യക്തതകൾ നിലനിൽക്കുകയാണ്. ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ച ദിലീപ് ശങ്കറിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. 2 ദിവസം മുമ്പാണ് ദിലീപ് ശങ്കർ ഈ ഹോട്ടലിൽ താമസിക്കാനെത്തിയത്. എന്നാൽ ഈ 2 ദിവസവും അദ്ദേഹം ഹോട്ടൽ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് ജീവനക്കാർ പറയുന്നു. ഇന്ന് മുറിക്കകത്ത് നിന്ന് ഒരു ദുർഗന്ധം വമിച്ചതോടുകൂടി നടത്തിയ അന്വേഷണത്തിലാണ് ദിലീപ് ശങ്കറിന്റെ മൃതദേഹം കണ്ടെടുക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരു സീരിയലിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടി വന്നതായിരുന്നു അദ്ദേഹം. 2 ദിവസം അദ്ദേഹത്തിന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഈ സീരിയലിന്റെ സംവിധായകനായിട്ടുള്ള മനോജ് പറയുന്നുണ്ട്. അദ്ദേഹം ഫോൺ വിളിച്ചാൽ അങ്ങനെയൊന്നും എടുക്കുന്ന ആളല്ല. അതുകൊണ്ട് 2 ദിവസം വലിയ രീതിയിൽ കാര്യമാക്കിയിട്ടില്ല എന്നും, എന്നാൽ ഇന്ന് റൂമിലേക്ക് എത്തുമ്പോൾ ഒരു ദുർഗന്ധം വമിച്ചതായി അനുഭവപ്പെട്ടു എന്നും, തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ദിലീപ് ശങ്കറിനെ മരണപ്പെട്ട നിലയിൽ കാണുന്നത് എന്നും, നേരത്തെ അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും മനോജ് എന്ന് പറയുന്ന സീരിയൽ സംവിധായകൻ പറയുന്നുണ്ട്. വീഡിയോ കാണാം.